നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ മലയാളി കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട 3 പേർ മരിച്ചു. പാലക്കാട് പത്തിരിപ്പാല സ്വദേശികളായ ഫൈസലും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത്. ഫൈസലിന്റെ 4ഉം 7ഉം വയസ്സുള്ള മക്കളായ അഹിയാൻ, ഭാര്യയുടെ മാതാവ് സാബിറ എന്നിവരാണ് മരിച്ചത്. ഖത്തറിൽ നിന്ന് ഉംറ വഹിക്കാൻ എത്തിയതായിരുന്നു കുടുംബം. തായിഫിനടുത്താണ് അപകടം ഉണ്ടായത്. തായിഫിലെത്താൻ 73 കിലോമീറ്റർ ബാക്കി നിൽക്കെ അതീഫിനടുത്ത് വെച്ച് ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടായത്. പുലർച്ചെ സുബഹിക് നമസ്കാരത്തിനായി ഇവർ വാഹനം നിർത്തിയിരുന്നു. ഇതിനുശേഷമുള്ള യാത്രയിലാണ് അപകടമുണ്ടായത്. അപകട കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഫൈസലും ഭാര്യാപിതാവും തായിഫ് അമീർ സുൽത്താൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഫൈസലിന്റെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. ഫൈസലിന്റെ ഭാര്യ സുമയ്യ അപകടത്തിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തായിഫിലെ പ്രിൻസ് സുൽത്താൻ ആശുപത്രിയിലാണ് ഇവർ ചികിത്സയിലുള്ളത്. ഇവിടെയാണ് മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ദോഹയിൽ ഹമദ് മെഡിക്കൽ സിറ്റിയിൽ ജീവനക്കാരനാണ് ഫൈസൽ. നേരത്തെ മക്കയിൽ ജോലി ചെയ്തിരുന്ന ഫൈസലിന്റെ സുഹൃത്തുക്കൾ തായിഫിലെത്തിയിട്ടുണ്ട്. ഫൈസലിന്റെ ഭാര്യ സഹോദരൻ റിയാദിൽ നിന്നും തായിഫിലേക്കെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. KMCC നേതാവായ സാലിഹും സാമൂഹ്യ പ്രവർത്തകനായ പന്തളം ഷാജിയുമാണ് നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ രംഗത്തുള്ളത്. നിലവിൽ അപകടത്തെക്കുറിച്ച് ഇത്രയും വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവരും. 4 ദിവസം മുൻപായിരുന്നു സന്ദർശന വിസ പുതുക്കാൻ ബഹ്റൈനിൽ പോയി മടങ്ങവേ സൗദിയിൽ മലയാളി കുടുംബം സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ യുവതി മരിച്ചത്. 4 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിരുന്നു. യാദിന് സമീപം ഞായറാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ മലപ്പുറം മങ്കട വെള്ളില സ്വദേശി പള്ളിക്കത്തൊടി വീട്ടിൽ ഹംസയുടെ ഭാര്യ ഖൈറുനിസ ആണ് മരിച്ചത്. ഖൈറുനിസയുടെ 3 വയസ്സുള്ള മകൻ മുഹമ്മദ് റൈഹാനും മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശി മുജീബിനും ഭാര്യയ്ക്കും കുട്ടിക്കുമാണ് പരിക്കേറ്റത്. ഖൈറുനിസയുടെ ഭർത്താവ് ഹംസ പരിക്കുകളില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു. പരിക്കേറ്റവരും കിങ് ഖാലിദ് ആശുപത്രിയിലാണ്. റിയാദിൽ നിന്ന് 70 കിലോമീറ്റർ അകലെ അൽ ഖർജിന് സമീപം സഹന എന്ന സ്ഥലത്ത് നിന്നാണ് ഇരു കുടുംബങ്ങളും സന്ദർശന വിസ പുതുക്കാനായി കഴിഞ്ഞ ശനിയാഴ്ച ബഹ്റൈനിലേക്ക് പോയത്. വിസ പുതുക്കി മടങ്ങുന്നതിനിടെ അൽ ഖർജ് എത്തുന്നതിന് 150 കിലോമീറ്റർ അകലെ വെച്ച് ഇവർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞായിരുന്നു അപകടം. ഖൈറുനിസ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. സഹനയിൽ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ അടുത്ത് സന്ദർശന വിസയിൽ എത്തിയതാണ് ഇരു കുടുംബവും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.